ഒരു വർഷം കൂടെ കടന്നുപോയി. 2013 പോയി, 2014 വന്നിരിക്കുകയാണ്. എന്നെയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അത് ഒരു സ്ഥിരം കാര്യമാണ്. കഴിഞ്ഞ വർഷം 2012 പോയി 13 വന്നു. ഈ വർഷം 13 പോയി 14 വന്നു. അടുത്ത വർഷം നമ്മൾ ഉണ്ടെങ്കിൽ 14 പോയി 15 വരും. അതിനേക്കാളും അധികമായിട്ട് ഈ സമയത്തിൻ്റെ പോക്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊന്നും ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ തുച്ഛമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. സുവിശേഷം പറയുക, നിങ്ങൾ ഭൂമിയുടെ ഉപ്പമാണ്, ലോകത്തിന്റെ പ്രകാശമാണ്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇതിന് നേരെ വിരോധാഭാസമുള്ള ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്, നേരെ വിപരീതമായിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു മലയാളി ക്രിസ്ത്യാനി മറ്റൊരു മലയാളി ക്രിസ്ത്യാനിയെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഒരു ആഘോഷമായിരുന്നു. ആഘോഷത്തിൽ രണ്ടാളും മദ്യം കഴിച്ചു. മദ്യം കഴിച്ച് പൂസായി. ആദ്യത്തെ ആള് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴി രണ്ടാമത്തെ ആള് വീട്ടിൽ നിന്ന് ഫോൺ ചെയ്തു പോലീസിന്, ഇതാ ഒരാള് മദ്യം കഴിച്ചുകൊണ്ട് വണ്ടി ഓടിപ്പിച്ചിരിക്കുന്നു. പോലീസ് വന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. പക്ഷെ ആൾക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആള് വീട്ടിൽ വന്ന് ഏതോ ധ്യാനത്തിന് പോയതായിരിക്കാം. തിരിച്ചു വന്ന് കൂട്ടുകാരനോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാനാണ് നിന്നെ പോലീസിൽ പിടിപ്പിച്ചത്, എന്നോട് ക്ഷമിക്കണം. അവൻ പറഞ്ഞു, എനിക്ക് ക്ഷമിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, എൻ്റെ ജീവിതത്തിൽ വളരെ വ്യത്യാസങ്ങൾ വരുത്തിയ ഒരു സംഭവമാണിത്. എൻ്റെ ജോലിയും നഷ്ടപ്പെട്ടു. മിക്കവാറും കേസിന്റെ പേരിൽ എനിക്ക് ബാൻ കിട്ടും. ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഡ്രൈവിംഗ് എനിക്ക് 1 വർഷത്തേക്കെങ്കിലും മാറ്റി വെക്കും. കേസ് കഴിഞ്ഞിട്ടില്ല. ഞാൻ നിന്നെ ശപിക്കുന്നില്ല, പക്ഷേ നിന്നോട് ക്ഷമിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമോ എന്നറിഞ്ഞുകൂടാ. 2 പേരും ക്രിസ്ത്യാനികളാണ്, 2 പേരും മലയാളികളാണ്. ഞാൻ ഈ വാചകം വായിച്ചപ്പോൾ, നിങ്ങൾ സ്വർഗസ്ഥനായ അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഈ ഒരു വാചകം നമ്മൾ ഈ ഒരു സംഭവത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നതിൽ തീർച്ചയായിട്ടും ലജ്ജിക്കേണ്ടവരല്ലേ. ഞാനും നിങ്ങളും ക്രിസ്ത്യാനികളാണ്. നമ്മളൊക്കെ കത്തിച്ചു വെച്ച ദീപസ്തംഭങ്ങളായിട്ട് മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുവാനായിട്ട് നമ്മള് കർത്താവ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഞാൻ കൊടുത്ത വെളിച്ചമാണ്. ഇവിടെ കൊടുത്ത നമ്മള് കണ്ട ആ സംഭവത്തിൽ കണ്ടത് ആ മനുഷ്യന് ചെയ്യാൻ പറ്റിയ വെളിച്ചമാണ്. 2 പേരുടെയും ചിന്താരീതികൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഒരു ഉപദ്രവം കൂട്ടുകാരന് ചെയ്തത് എന്നറിയുകൂടാ. പക്ഷെ കൂട്ടുകാരൻ അത് എടുക്കുന്നതിന്റെ ചിന്തകൾ നമ്മൾ നേരത്തെ പ്രാർത്ഥനയിൽ ചൊല്ലിയിട്ടുണ്ട്. നമ്മുടെ ലേഖനഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടു, നമ്മൾക്ക് എന്തെങ്കിലും ഒരു അപകടസ്ഥിതി വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ, എന്തോ വലിയ അപകടം സംഭവിച്ചു എന്നുള്ള ശൈലിയിൽ നിങ്ങൾ പെരുമാറരുത് എന്നാണ് പത്രോസ് പറയുന്നത്. ഒരു വേദന വരുമ്പോൾ, ജീവിതത്തിൽ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് ഒരു സംഭവം വരുമ്പോൾ, അത് പ്രതീക്ഷയില്ലാത്ത മനുഷ്യനെ പോലെ നിങ്ങൾ ഇന്ന് കരയരുത്. അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഈ സംഭവം എന്നോട് പറഞ്ഞ സ്ത്രീ പറഞ്ഞു, അച്ഛാ, ഒരു കാര്യം അതുകൊണ്ട് ഉണ്ടായി. എൻ്റെ ഭർത്താവ് ക്രിസ്മസിന്റെ അന്ന് മദ്യപിച്ചിട്ടില്ല. കഴിഞ്ഞ 4 വർഷമായിട്ട് അദ്ദേഹം മദ്യപിക്കാറുണ്ടായിരുന്നു. ഈ ക്രിസ്മസിന് അദ്ദേഹം മദ്യപിച്ചില്ല. ഞാൻ അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു. അച്ഛാ, ഞാനൊരു തീരുമാനം എടുത്തു, എന്ത് കഴിഞ്ഞാലും ഞാൻ ഇനി മദ്യപിക്കില്ല. ഞാൻ പറഞ്ഞു, നീ ആ കൂട്ടുകാരനെ പോയി ഷേക്കൻഡ് കൊടുക്കണം. ആ കൂട്ടുകാരനാണ് എന്നെ മദ്യപിക്കാതെ ആക്കിയത്. കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തു, പോലീസിനെ പറഞ്ഞു കൊടുത്തു.
എന്തോ കാരണത്തിൽ വൈരാഗ്യത്താൽ എന്തോ കാരണം കൊണ്ടായിരിക്കാം, പക്ഷെ അത് നിനക്കൊരു ഉപകാരമായിട്ട് മാറിയിരിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ ഒരു തളർച്ച അതുകൊണ്ട് ഉണ്ടായി, ജോലി പോയി വീണ്ടും ജോലി നോക്കണം, ഒരു വർഷക്കാലത്തോളം അല്ലെങ്കിൽ അത് തീരുമാനമായിട്ടില്ല, നിനക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, ഈ തണുപ്പ് കാലത്ത് നീ ബസ് കയറി പോകണം. പക്ഷെ നിന്റെ ജീവിതത്തിൽ നിന്നെ കണ്ണ് തുറപ്പിക്കുവാനുള്ള ഒരു അവസരമായിട്ടത് മാറ്റി. ഒരു വേദനയെ അത് എങ്ങനെ എപ്രകാരം നമ്മൾ എടുക്കുന്നു നോക്കിയിട്ട് ആ വേദനയെ മാറ്റിയെടുക്കുവാനായി എനിക്ക് തോന്നുന്നു. നമ്മള് ഓരോ വർഷവും പുതുവർഷം ഒക്കെ പുതുവത്സരത്തിന്റെ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു കൊച്ചു ചിന്ത, എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ വർഷത്തിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു കൊച്ചു പാപം അത് 2014 ഉണ്ടാകരുത് എന്ന് എനിക്ക് ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ 2013 സാധാരണ ഞാൻ ചെയ്തു പോകുന്ന ഒരു പാപം, ഒരു വീഴ്ച, അത് 2014 ഉണ്ടാകാതിരിക്കാനായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു അല്പം കൂടെ, ഒരു സ്റ്റെപ്പും കൂടെ മുന്നോട്ട് വെക്കുക. എവിടെയാണോ ഞാൻ ആയിരിക്കുന്നത് ആ സ്ഥലത്ത് നിന്ന് ഒരു സ്റ്റെപ്പ് കൂടി മുൻപോട്ട് പോകുവാൻ നമ്മുടെ വശത്തുനിന്നുള്ള പരിശ്രമം എന്തുമാത്രമുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നും നമ്മളൊക്കെ ഒരു ദീപസ്തംഭമായിട്ട് മറ്റുള്ളവർക്ക് കാണത്തക്ക വിധത്തിൽ നമുക്ക് വെക്കുവാനായിട്ട്. നമ്മൾ ആരും വിശുദ്ധരൊന്നുമല്ല, നമുക്ക് നമ്മുടേതായ പോരായ്മകളൊക്കെ ഉണ്ട്. ആ പോരായ്മകളിൽ നിന്നുകൊണ്ട് ഒരു പോരായ്മ എനിക്ക് നികത്തുവാൻ സാധിക്കും എൻ്റെ ജീവിതത്തിൽ. അത് തീർച്ചയായിട്ടും നല്ലതാണ്. ഈ ഭാഗം വായിച്ചപ്പോഴേക്കും നമ്മളെ ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ വാഴ്ത്തപ്പെട്ട ചാവറയച്ചന്റെ തിരുനാള്, CMI സഭയുടെ സ്ഥാപകനായ, CMC സഭയുടെ സ്ഥാപകനായ വാഴ്ത്തപ്പെട്ട ചാവറയച്ചന്റെ തിരുനാള് നമ്മൾ ആഘോഷിക്കുകയാണ് ജനുവരി മാസം 3-ാം തീയതി. ഈ വർഷം അവസാനത്തോടു കൂടി അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് എഴുപ്രാസി അമ്മയോടെ കൂടെ ഉല്ലൂരുള്ള എഴുപ്രാസി അമ്മയും അതുപോലെ മാനാനത്തുള്ള ചാവറയച്ചനും മിക്കവാറും ഈ വർഷം തന്നെ അവസാനത്തില് വിശുദ്ധനും വിശുദ്ധിയുമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്ന പോകുകയാണ്. ഇവരൊക്കെ വഴിയിൽ നാട്ടപ്പെട്ട സ്തംഭങ്ങളാണ്. അൽഫോൻസമ്മ തുടങ്ങി നമുക്ക് നമ്മുടെ മുമ്പിലുള്ള വിശുദ്ധരൊക്കെ നമുക്ക് വെളിച്ചം നൽകുന്ന സ്തംഭങ്ങളാണ്. പലപ്പോഴും നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, കുറെ വഴിയൊക്കെ ഡ്രൈവ് ചെയ്ത് പോയി മോട്ടോർ വേയിൽ ചെന്ന് ചില വഴികളിൽ ചെന്ന് കഴിഞ്ഞാൽ ലൈറ്റ് ഉണ്ടാകില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്കിൽ കാലി ചവിട്ടും. 70, 72, 73 പോയവര് കുറച്ച് താഴോട്ട് വരും, കാരണം വെളിച്ചമില്ലാത്തൊരവസ്ഥ. അതിനു ശേഷം നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി സ്ട്രീറ്റ് ലൈറ്റ് ഉള്ള സ്ഥലത്ത് വന്നാൽ ഓട്ടോമാറ്റിക്കലി സ്പീഡ് കൂടും. അത് സ്വാഭാവികമാണ്. വെളിച്ചം കാണുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഇത്രയും ദൂരം വരെ കാണാൻ സാധിക്കും, അവിടെ പ്രശ്നമൊന്നുമില്ല, നേരിട്ട് പോകാൻ സാധിക്കും. വെളിച്ചങ്ങളായിട്ട് നിന്നവരാണ് ഏറ്റവും അധികം നമ്മുടെ കത്തോലിക്ക സഭയിൽ, കേരള സഭയെ നയിച്ചു കൊണ്ടിരുന്ന ചാവറയച്ചന്റെ പുണ്യങ്ങളെ പറ്റിയിട്ട് ഒരുപാട് നിങ്ങൾ കേട്ട് കാണും. പ്രത്യേകിച്ച് മാന്നാനം, കോട്ടയം ഭാഗത്തുള്ളവരൊക്കെ അവിടെ പോയി കാണും. ചാവറയച്ചൻ എന്ന ഒരു വ്യക്തി ഒരുപാട് ചേഞ്ചസ് കേരള കത്തോലിക്ക സഭയിൽ വരുത്തിയിട്ടുള്ള വ്യക്തിയാണ്. ചാവറയച്ചൻ സാധാരണ ഒരു വൈദികനായിരുന്ന ഇടവക പട്ടം സ്വീകരിച്ച് അതിനുശേഷം പിതാവിനോട് ചെന്ന് പറഞ്ഞ് എനിക്ക് സന്യസിക്കാൻ പോകണമെന്ന് മറ്റു 2 പേരോട് കൂടെ വൈദികരോട് കൂടെ പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു, ബിഷപ്പ് പറഞ്ഞു, നിങ്ങൾ സ്വല്പം ബുദ്ധിയും വിവരമുള്ള വൈദികരൊക്കെ ഇവിടെ നിന്ന് ഒളിച്ചോടി സന്യാസത്തിന് പോയാൽ ഞാൻ എങ്ങനെയാ എൻ്റെ മക്കളെയൊക്കെ പോറ്റുക? നിങ്ങൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് അങ്ങനെ സന്യാസം ഭരിക്കണമെങ്കിൽ മലയിലേക്കൊന്നും പോകണ്ട, നിങ്ങൾ ഇവിടെ അടുത്ത് തന്നെ ഒരു സന്യാസ സഭ തുടങ്ങും. അതിനുശേഷമാണ് അവർ 3 പേരും കൂടെ സന്യാസ സഭ തുടങ്ങാനുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തി 1831 മാനാനത്ത് അവര് സഭ സ്ഥാപിക്കുന്നത്. സെയിന്റ് ജോസഫ് പിതാവിന്റെ നാമധേയത്തിൽ ഒരു സ്ഥാപനം അവിടെ സ്ഥാപിച്ചുകൊണ്ട് സന്യാസ സഭ. ഇന്ന് ആ സന്യാസ സഭയ്ക്ക് 2000-ഓളം വൈദികര്, 1000-ഓളം ബ്രദേഴ്സ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുണ്ട്. അത് മാത്രമല്ല, സന്യാസിനി സഭ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് CMC സഭ, എനിക്ക് തോന്നുന്നു 6000-7000 സിസ്റ്റേഴ്സ് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ തനിച്ച് ഈ ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് 10,000 പേര് ഇന്ന് ആ ചാവറയച്ചൻ തുടങ്ങി വെച്ച സന്യാസ സഭകളിലുണ്ട്. 10,000 പേര്, അതും കേരളത്തിൽ നിന്ന്, കൊച്ചു കേരളത്തിൽ നിന്ന് 10,000 ദൈവവിളികള് ഈ 2 സന്യാസ സഭകൾക്കായിട്ടുണ്ട്. അതിലും വലിയൊരു നേട്ടം ചാവറയച്ചൻ എന്താണ് പറയാനുള്ളത്? പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ കാണുന്ന ഇന്ന് കാണുന്നതിന്റെ എല്ലാത്തിന്റെയും പുറകില് ചാവറയച്ചന്റെ ദീർഘദൃഷ്ടിയാണ്.
പ്രസ് തുടങ്ങി. നമ്മളൊക്കെ ഏത് പ്രാർത്ഥനാ പുസ്തകങ്ങളിലും പഴയ പ്രാർത്ഥനാ പുസ്തകങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണുന്നതൊക്കെ അച്ചടി പ്രസ് മാനാനമാണ്. ചാവറച്ചൻ തുടങ്ങിയതാണ്. ചാവറച്ചൻ തിരുവനന്തപുരത്ത് പോയി അവിടെയുള്ള പ്രസിന്റെ മാതൃക പിണ്ടിയിൽ ഉണ്ടാക്കി, വാഴപ്പിണ്ടിയിൽ ഉണ്ടാക്കി ആശാരിയെ കാണിച്ച് അവിടെ നിന്നാണ് പ്രസ് ആരംഭിക്കുന്നത്. ഇന്നും അതിന്റെ മോഡൽ, ആദ്യം ഉണ്ടാക്കിയ മോഡൽ മാനാനത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പള്ളിയോടനുബന്ധിച്ച് പള്ളിക്കൂടം എന്നാ പറയും, പള്ളിയോടനുബന്ധിച്ചുള്ള സ്കൂൾ. പള്ളി തുടങ്ങിയോ, പള്ളി വേണമെന്ന് പറഞ്ഞ ആളുകൾ ആഗ്രഹിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, അന്ന് വികാരി ജനറാളായിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു പള്ളി സ്ഥാപിക്കാം, പക്ഷെ പള്ളിക്കൂടം ഒപ്പം വേണം. പഴയ പള്ളികളോടനുബന്ധിച്ച് 4 വരെയെങ്കിലും സ്കൂളില്ലാത്ത പള്ളികൾ നമുക്ക് കാണില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ചാവറയച്ചനാണ്. അതിനുശേഷം ഇന്ന് വന്നിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ കേരളത്തിലൊക്കെ വളർച്ച വന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം ചാവറയച്ചൻ തന്നെയാണ്. നമുക്കറിയാം, ചില സ്ഥലങ്ങളിലൊക്കെ മാനാനത്തും എൽത്തും പാവർട്ടിയിലും അതുപോലെ തന്നെ അമ്പഴേക്കാട് പഴയ കോയന്തകൾ, അവിടെയൊക്കെ കൂനമ്മാവിൽ അവിടെയൊക്കെ 40 മണിക്കൂർ ആരാധന, ആളുകളുടെ ഭക്തി വർദ്ധിപ്പിക്കത്തക്ക വിധത്തിൽ അച്ഛൻ തുടങ്ങി. പല തമിഴ് പ്രാർത്ഥനാ പുസ്തകങ്ങളും കൊണ്ടുവന്ന് അത് സ്വാംശീകരിച്ച് അതിൽ നിന്ന് മലയാള തർജ്ജമയുണ്ടാക്കി. ഏതെല്ലാം മേഖലകളിലൊക്കെ ദീപിക പത്രത്തിന് തുടക്കം കുറിച്ചു. ഏതെല്ലാം മേഖലകളിൽ ഇന്ന് ക്രൈസ്തവര് കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടോ അതിനൊക്കെ നാന്ദിയായിട്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ദീപസ്തംഭമായിട്ട് നിന്നു. ഒരു അധിക കാലമൊന്നും ആയിട്ടില്ല, 200 വർഷത്തോളെ ആയിട്ടുള്ളൂ. അപ്പൊ ആ കാലഘട്ടത്തില് ദൈവത്തിന്റെ ദാസനായിട്ട് ദൈവത്തിന്റെ ഒരു വിളി സ്വീകരിച്ചുകൊണ്ട് ഒരു ദീപസ്തംഭമായിട്ട് നിന്നു. എനിക്കും ഒരു പാട്ട് നമുക്ക് പാടാൻ കേട്ടിട്ടുണ്ട്, അവനും അവൾക്കും വിശുദ്ധരാകാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പാടില്ല. ചാവറയച്ചൻ, അൽഫോൻസാമ്മ, എവുപ്രാസിയമ്മ അവർക്കൊക്കെ വിശുദ്ധരാകാമെങ്കിൽ വൈകായി. ആ ഒരു ചിന്ത, അതിന് ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ ഒരു കൊച്ചു കാര്യം ഞാൻ ചെയ്യാൻ പോവുക. ഒരു പക്ഷെ വളരെ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. ആ ദേഷ്യം അല്പം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? സ്കൂളിൽ കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യാറുണ്ടെങ്കിൽ ആ ഒരു തെറ്റ് കൊച്ചു തെറ്റായിരിക്കാം, ആ തെറ്റ് ഉണ്ടാകാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യും? ജോലി ചെയ്യുന്ന സ്ഥലത്ത് മുതിർന്നവരാണെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നേഴ്സുമാരാ അല്ലെങ്കിൽ കെയർമാരായിരിക്കാം, ഞാൻ ഈ ഒരു കൊച്ചു തെറ്റ് ചെയ്യാറുണ്ട്, അത് ചെയ്യാതിരിക്കാനായിട്ട് എനിക്ക് ഈ വർഷം സാധിക്കുമോ? നമുക്കൊരു നല്ല തീരുമാനമെടുക്കാം. ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് പോകുക, അധികം വേണ്ട, ഓടണ്ട, 100 മീറ്റർ ഓടണ്ട. ഫസ്റ്റ് സ്റ്റെപ്പ്, ഒരു സ്റ്റെപ്പ്. 2014 നമ്മൾ കടക്കുമ്പോൾ ഞാൻ ഏറ്റെടുക്കുന്ന വലിയ ഒരു തീരുമാനം. ഒരു നിമിഷം നമുക്ക് മൗനമായിരിക്കാം, കണ്ണടച്ചിരിക്കാം, ഈശോയുടെ മുമ്പിലിരിക്കാം. ഞാനൊരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് കൂടെ മുൻപോട്ട് പോകുവാൻ, ദൈവത്തിന്റെ പക്കലേക്ക് പോകുവാൻ, നാട്ടി നിർത്തിയ ഒരു ദീപം പോലെ ദൈവത്തിന്റെ മുമ്പിൽ മുന്നേറുവാൻ, ചാവറയച്ചനെ പോലെ അൽഫോൻസമ്മയെ പോലെ ഒരു വിശുദ്ധനായി ജീവിക്കുവാൻ. ഫസ്റ്റ് സ്റ്റെപ്പ്, ഞാൻ എന്ത് തീരുമാനമെടുക്കുന്നു? ഈശോയുടെ മുമ്പിൽ നമുക്ക് ചിന്തിക്കാം. ഈശോ തരുന്ന നിർബന്ധങ്ങൾക്കനുസരിച്ച് നല്ല തീരുമാനമെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. 2 നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ഈശോയുടെ മുമ്പിൽ ഈ കാലസൂസയുടെ സമയത്ത് നമുക്കിവിടെ സമർപ്പിക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട്